ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഐഫോൺ 16 എൻ്റെ കയ്യിലിരിക്കുന്ന ടീല് കളറാണ്. ആൻഡ് പുതിയ കുറച്ച് നല്ല കളേഴ്സ് ഉണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞ വർഷത്തെ വെള്ള പോലെ ഇരിക്കുന്ന പച്ച, മഞ്ഞ, നീല, പിങ്ക് എന്നൊക്കെ പറഞ്ഞതിനെക്കാട്ടിലും നല്ല പിങ്ക്, നല്ല പച്ച, നല്ല നീല, കറുപ്പ്, വെള്ള തുടങ്ങിയ കളറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം അവന്മാർ ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേ സെയിം ആണ്, 60 ഹെർട്സിൻ്റെ സെയിം ഡിസ്പ്ലേ, അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. 60 ഹെർട്സിൻ്റെ സെയിം റിഫ്രഷ് റേറ്റ് വരണ ബോർ റൈറ്റുള്ള അതേ സാധനം. നിങ്ങൾക്ക് ഈ സാധനം നമ്മൾ പ്രോ വേരിയൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഈ 60 ഹെർട്സ് പരിപാടി മനസ്സിലാവുന്നത്. പിന്നെ ഒരു നെക്കിൽ സൈഡിൽ ഒരു നെക്ക് നെക്കിക്കഴിഞ്ഞാൽ ക്യാമറ വരും. ആൻഡ് ആ സാധനമുണ്ട്. ക്യാമറ സെൻസേഴ്സിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അവർ തന്നെ എന്തൊക്കെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ലടേ. ഉള്ള കാര്യം പറയാനല്ല, കഴിഞ്ഞ വർഷം എടുത്ത അതേ ഫോട്ടോ, അതേ വീഡിയോ, അതേ ക്യാമറ സെൻസർ, അതേ ഫ്രണ്ട് ക്യാമറ, അതേ ഡൈനാമിക് ഐലൻഡ്. ഇതിലെന്താണ് വ്യത്യാസമുള്ള? ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്ന ഫസ്റ്റ് വനില ആയിട്ടുള്ള ഐഫോൺ ഇതാണ്. ഐഫോൺ 16 മാത്രമുള്ളൂ, 15 അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് വേണമെങ്കിൽ ഇതെടുക്കുക. നിങ്ങൾക്ക് പുതിയൊരു ചിപ്പ് വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാവൂലടേ. ഞാൻ വല്ലതും പറഞ്ഞാൽ വല്ലതും നിങ്ങളെ തന്നെ ഞാൻ വിരോധിയും തേങ്ങര മാങ്ങയൊന്നും അല്ലടേ ഞാൻ ഈ പറയണത്. ഉള്ള കാര്യമാണ് പറയണത്. ഈ ഫോണ് കഴിഞ്ഞ വർഷത്തെ ഫോൺ നോക്കി എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസും ഈ പറയണ ഒറ്റ കുത്തിൽ ക്യാമറ വരണ പരിപാടി മാത്രമേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ. ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം. ഫോൺ ഞാൻ പറയാം, ഒരു വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. അടുത്ത വർഷവും സെയിൽ സമയത്ത് 50,000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടും. 128 GB ആണ്. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ക്രാപ്പ്. 256 എന്തുകൊണ്ട് ബേസ് സ്റ്റോറേജ് ആയിട്ട് കൊടുക്കുന്നില്ല? ചാർജിങ് സ്പീഡ് സെയിം, എല്ലാം സെയിം ആണ്. ആകെയുള്ള ഡിഫറൻസ് iOS 18 വരുന്ന ചേഞ്ചസിൽ വരും. ആപ്പിൾ ഇൻ്റലിജൻസ് ഡിസൈനും ഇതുപോലെ പല പല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഞാൻ പറയും, നിങ്ങളുടെ കയ്യിൽ ഐഫോൺ 10, 11, 12, 13 ഒക്കെ ആണെങ്കിൽ 14 വരെ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിലോട്ട് ജാട ഇല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഐഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എനിക്ക് ക്യാമറ സാമ്പിൾസ് ഒന്നും എടുത്ത് കാണിക്കാനായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് ഒരു തേങ്ങയും ഇല്ല ക്യാമറ സാമ്പിൾസിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എടുത്തിട്ട് ഈ ക്യാമറ ഇത് കണ്ട ഫോട്ടോ ഉണ്ടോ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഫോണിനെ കാട്ടി ഇത് തേങ്ങയാണെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ക്യാമറ സാമ്പിൾസും ഇല്ല. വീഡിയോ എടുക്കാൻ ആസ് ഓൾവേസ് ഐഫോൺ ഇസ് ദ ബെസ്റ്റ്, ഐഫോൺ ഇസ് ദ കിങ്. ബൈ ദ വേ, ബാറ്ററി ലൈഫിനെയൊക്കെ പറ്റി പറയാനാണെങ്കിൽ സെയിം. ഒരു ദിവസം നല്ല ഹെവി യൂസൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരും. കഷ്ടിച്ച് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഒരു ഫുൾ ഡേ സ്ട്രെസ് ഇല്ലാതെയൊക്കെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിരിക്കും. ഒരുപാട് റീൽസും യൂട്യൂബൊക്കെ കാണുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാറ്ററി പടപടയെന്ന് പോകും. നല്ലൊരു ഗെയിം കളിക്കുന്നവരത്തും അതുപോലത്തെ ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവും. ആൻഡ് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് യൂഷ്വൽ. ഒരു ഐഫോൺ 15 നമുക്ക് എന്താണ് കിട്ടുന്നത് അതേ സാധനം തന്നെ. ഒരു 2 ദിവസം ഒരു 2 ചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ സ്ലോ ചാർജാണ്, അതൊക്കെ അറിയാമല്ലോ. ആൻഡ് ബൈ ദ വേ ദിസ് ഇസ് ഷോട്ട് ഓൺ ഐഫോൺ 16 വീഡിയോ. സോ ഇതാണ് ക്ലാരിറ്റി. ബാക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് സെൻസറൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. സെയിം മറ്റേ ഇതിലാണ്, ഈ പ്രോയിലാണ് 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് വരുന്നത്. സോ എനിക്കതാണ് പറയാനുള്ളത് ഐഫോണിനെ പറ്റി. ദിസ് ഈസ് ഐഫോൺ 16's റിവ്യൂ. കുറച്ച് നാളായി യൂസ് ചെയ്യാണ്, അതുകൊണ്ടാണ് പറയണത്. കഴിഞ്ഞ വർഷത്തെ ഫോണിൻ്റെ അതേ സാധനം തന്നെ. ആപ്പിൾ ഇൻ്റലിജൻസ് വേണോ ഈ ഫോൺ എടുക്കുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ ഫോണാണെങ്കിൽ നിങ്ങൾ ആപ്പിൾ ഇൻ്റലിജൻസ് വേണ്ടെങ്കിൽ പഴയ ഫോണുകൾ യൂസ് ചെയ്യുക. ആപ്പിൾ ഇൻ്റലിജൻസ് ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് തിങ്. പ്ലേ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ജനറേറ്റീവ് ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ കാർട്ടൂൺ പോലെയൊക്കെ ആക്കിയിട്ട് ബർത്ത്ഡേ വിഷൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ സെൻഡ് ചെയ്യാം. പിന്നെ സിറി, ChatGPT ഇൻ്റഗ്രേഷൻ, ലോങ് പ്രസ് ചെയ്തുന്ന വിഷ്വൽ ഇൻ്റലിജൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബൈ. ഇതാണ് ഐഫോൺ 16 എൻ്റെ ലോങ് ടേം റിവ്യൂ. വേണമുള്ളവർക്ക് എടുത്തോളി. ഞാൻ പറയണത് 15 ഇതൊന്നും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ദർ ഇസ് നോ ചേഞ്ച്. അയ്യോ, എനിക്കൊന്നും പറയാനില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. ബൈ ഡേ.